ഹായ്, നിങ്ങൾ ഈ കാണുന്ന കപ്പലാണ് ദ ഷിപ്പ് ഓഫ് തീസിയൂസ് ആണോ? ചേടാ, ഒരു കപ്പലിനെ ചൂണ്ടിക്കാണി അതിനൊരു പേര് പറയുന്നു, എന്നിട്ട് ഞാൻ അത് തന്നെയാണോ എന്ന് ചോദിക്കുന്നു. കഥ ഇങ്ങനെയാണ്. പുരാതന ഗ്രീസിലെ ഏറ്റവും പ്രശസ്തനായ ഒരു യോദ്ധാവായിരുന്നു തീസിയൂസ്. ഒരു ഭീകര ജീവിയെ കൊന്നതിന് ശേഷം ഏഥൻസിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ വിജയഗാഥ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെയുള്ള ജനങ്ങൾ തീസിയൂസ് യാത്ര ചെയ്ത കപ്പലിനെ ഒരു സ്മാരകമാക്കി നിലനിർത്താനായിട്ട് തീരുമാനിച്ചു. പക്ഷേ മരപ്പലകകളും ആണികളും കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പലിനെ എത്ര കാലം ഒരു മ്യൂസിയമായി നിലനിർത്താൻ പറ്റും? സോ കേടുവരുന്ന മരപ്പലകൾക്ക് പകരം അതേ ഷേപ്പിലുള്ള അതേ തരത്തിൽപ്പെട്ട മറ്റു മരപ്പലകകൾ മാറ്റി സ്ഥാപിക്കുകയും പുതിയ ആണികൾ അടിച്ചുകൊണ്ട് ആ കപ്പലിനെ ഇങ്ങനെ കാലാകാലം റിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്ത് വന്ന് ഇപ്പോൾ കാണുന്ന കപ്പലാണ് മ്യൂസിയത്തിലുള്ള ദ ഷിപ്പ് ഓഫ് തീസിയൂസ്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം ഉദിക്കാം. ആദ്യത്തെ അതേ കപ്പലിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ മാത്രമല്ലേ അത് അന്ന് യാത്ര ചെയ്ത കപ്പലായി മാറുന്നുള്ളൂ? പുതിയ മരപ്പലകകൾ എവിടെ നിന്നെങ്കിലും വെട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ ഓരോ ഭാഗങ്ങളായി റീപ്ലേസ് ചെയ്താൽ അതെങ്ങനെ തീസിയൂസിൻ്റെ കപ്പലാവും? ആശയപരമായിട്ടും ഉദ്ദേശശുദ്ധി അനുസരിച്ചും അത് തീസിയൂസിൻ്റെ കപ്പൽ തന്നെയാണ്, നമുക്കല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒരാൾ വന്നതിന് ശേഷം അതിൽ നിന്ന് ഇളക്കി മാറ്റിയ കേടുവന്ന മരപ്പലകകൾ ഒരുവിധം കൂട്ടിയോജിപ്പിച്ച് പഴയ കപ്പൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ തീസിയൂസിൻ്റെ 2 കപ്പൽ അവിടെ ഉണ്ടാവും. ഇതിലേതായിരിക്കും യഥാർത്ഥ കപ്പൽ എന്നൊരു ആശയക്കുഴപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ നമ്മുടെ പെർസ്പെക്റ്റീവാണ് പ്രാധാന്യം. എന്നാൽ നമ്മുടെ ശരീരവും ഒരു തീസിയൂസിൻ്റെ കപ്പൽ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളെല്ലാവരും ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്ത് നിന്നും ആറ്റങ്ങൾ കോശങ്ങളുടെ ഡെഡ് രൂപത്തിൽ ഇളകി മാറുന്നുണ്ട്. നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ഡെയിലി കാണുന്ന പല പൊടികളും പുറമേ നിന്ന് പറന്നു വീണതോ വസ്തുക്കളിൽ നിന്നുണ്ടായതോ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഡെഡ് സ്കിന്നുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കൂടിയാണ്. എന്തിനേറെ, ഒരിക്കലും മാറില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ അസ്ഥികൂടത്തിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിക്കകത്തുള്ള ഓരോ ആറ്റങ്ങളും 8-10 വർഷം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ പഴയ ചിത്രം ഇങ്ങനെ എടുത്തു നോക്കി. പല്ലടിച്ച് കാണിക്കുന്ന, വസ്ത്രമൊന്നും ഇടാതെ കിടക്കുന്ന എൻ്റെ 1-2 വയസ്സിലുള്ള ആ ചിത്രം എടുത്തു നോക്കിയപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. അന്ന് ആ കാണുന്ന വ്യക്തി തന്നെയാണോ ഇന്ന് ഈ കാണുന്ന ഞാൻ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്കൂളിൽ പോയിരുന്ന സമയത്തുള്ള ഒരു ആറ്റം പോലും എൻ്റെ ശരീരത്തിലില്ല. അതെല്ലാം റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മകളാണോ? പക്ഷേ ഓർമ്മകളെന്ന് പറയുന്നത് തലച്ചോറിനകത്തുള്ള രാസപ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നതല്ലേ. എനിക്കൊരു കോമയോ കൃത്യമായിട്ട് മർമ്മസ്ഥാനത്ത് ഒരു അടിയോ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകാനോ ഈ മെമ്മറിയിലൂടെ ഞാൻ ജീവിച്ചിരിക്കാനോ സാധ്യതയില്ല. ചില വ്യക്തികൾ പൂർണ്ണമായും ഓർമ്മ നഷ്ടപ്പെട്ട് പുതിയൊരു വ്യക്തികളെ പോലെ ജീവിക്കാറില്ലേ? അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ തീസിയൂസിൻ്റെ കപ്പലിനെ കുറിച്ച് പറയുന്നത് പോലെ പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ സംഹൗ ഐഡൻറ്റിറ്റി നിലനിർത്തുന്നവരാണ്. നമ്മൾ പഴയ ആളല്ല എന്ന് ഇതൊരു തോട്ട് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ മനുഷ്യരാണ് ഈ ചരിത്രം മുഴുവൻ പഠിക്കുന്നത്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുന്നത്, ഈ ചുറ്റുപാടിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് ചുറ്റുപാടുമുള്ളവരും നമ്മളുമൊക്കെ തന്നെ പഴയ വ്യക്തികൾ തന്നെയാണോ എന്ന ബേസിക് ഐഡിയയിൽ നിന്നുണ്ടാകുന്ന അടുത്ത സംശയമാണ്, ഈ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളും ഈ ലോകവും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് നിക് ബോസ്ട്രോ മുന്നോട്ട് വെച്ച സിമുലേഷൻ തിയറി. അതായത് നമ്മളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ഹയർ ജീവിവർഗം ഉണ്ടാക്കിയ ഒരു വലിയ കൺസ്ട്രക്ഷൻ്റെ അകത്തുള്ള പ്ലേയേഴ്സ് മാത്രമാണ്, അതിൻ്റെ സിമുലേഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന രീതിയിൽ പറയുന്ന കാര്യം. പക്ഷേ സിമുലേഷൻ തിയറി ഒരു തിയറി അല്ല, ഇറ്റ് ഈസ് ഹൈപ്പോത്തിസിസ്. പല സമയങ്ങളിലും ഞാൻ ഉൾപ്പെടെ തിയറി ആയിട്ട് പറയുന്നുണ്ട് എങ്കിലും നമുക്കിത് പ്രൂവ് ചെയ്യാനോ തള്ളിക്കളയാനോ കഴിയാത്തൊരു വസ്തുതയാണ്. ഭൗതിക ശാസ്ത്രപരമായി ഒരു ഹൈപ്പോത്തിസിസ് ഒരു തിയറിയായി, ആക്ച്വൽ തിയറി ആയിട്ട് മാറണമെങ്കിൽ നമുക്കതിനെ തെളിയിക്കാൻ പറ്റണം, ആക്ച്വലി തെളിയിക്കാൻ പറ്റണം. അതിനെ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന പരീക്ഷണങ്ങളും ചെയ്യാൻ പറ്റണം. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു മൗസ് ഇരിപ്പുണ്ട്. ഈ മൗസ് ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ താഴെ ഭൂമിയിലേക്ക് വന്ന് വീഴുമെന്നും ആ വീഴ്ചയ്ക്ക് കാരണം ഗുരുത്വാകർഷണ സ്വഭാവമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കുള്ള ഗുരുത്വാകർഷണ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിത് 1000 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരൊറ്റ തവണ ഈ മൗസ് എൻ്റെ കയ്യിൽ നിന്ന് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ തിയറി തെറ്റാണ്. എന്നാൽ യൂണിവേഴ്സലി ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് എ പ്രൂവൺ ഫാക്റ്റ്. നമുക്ക് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അതേസമയം ഈ പറയുന്ന സിമുലേഷൻ തിയറി ഉണ്ടെന്ന് തെളിയിക്കാനോ ഇല്ലെന്ന് തെളിയിക്കാനോ നമുക്ക് യാതൊരു വിധത്തിലുമുള്ള പരീക്ഷണങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നത് തത്വശാസ്ത്രപരമായിട്ടാണ്, ഫിലോസഫിക്കൽ ആസ്പെക്റ്റിൽ മാത്രമാണ്. നമുക്കതിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാൻ പറ്റില്ല. സോ ഞാനത് വിശ്വസിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം? അവിടെയാണ് ഹിച്ചൻസിൻ്റെ
റേസർ എന്നറിയപ്പെടുന്ന കാര്യം വരുന്നത്. നമ്മൾ പലതരത്തിൽ ഈ സ്യൂഡോ സയൻസുകളും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും വേർതിരിക്കാൻ ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്, ഒക്കംസ് റേസറൊക്കെ പോലെയുള്ള. അതുപോലെ ഈ മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂളാണ് ഹിച്ചൻസ് റേസർ. ഇതെന്താണ് പറയുന്നത്? ഒരു കാര്യത്തെ നമുക്കുണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാൻ പറ്റില്ല. സോ അത് നമ്മുടെ ലൈഫിൽ യാതൊരു ഇൻഫ്ലുവൻസും ഉണ്ടാക്കുന്നില്ല. സോ തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഇല്ലെന്ന് വിശ്വസിക്കാനും അവകാശമുണ്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അത് വളരെ കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ ജീവിച്ച് തീർത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ മതി. യാതൊരു വിധത്തിലും ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാൻ പറ്റാത്തൊരു ആർഗ്യുമെൻറ്റിൻ്റെ മുകളിൽ നമുക്ക് യാതൊരു തരത്തിലുമുള്ള ഹോൾഡും കൺട്രോളും ഇല്ല. സോ നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല. പല ആർഗ്യുമെൻസിൻ്റെ ഇടയിലും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ ഒരു യൂണിക്കോൺ ഉണ്ട് എന്നൊരാൾ അവകാശപ്പെട്ടാൽ അത് അവകാശപ്പെട്ട ആൾക്ക് തെളിയിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അതേസമയം അയാൾ യാതൊരു തെളിവും നിരത്തുന്നില്ല, യാതൊരു വിധത്തിലും നമ്മളെ ബാധിക്കുന്ന രീതിയിൽ അത് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അതില്ലെന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. നമ്മുടെ ഈ തലമുറ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും പുതിയൊരു വെല്ലുവിളിയെക്കുറിച്ചാണ് പിന്നീട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചോദ്യം. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരു കാര്യം. ഈ അടുത്ത സമയത്ത് തമിഴ്നാട്ടിലെ കീളാടി എന്ന് പറയുന്ന പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. സിന്ധു നദീതട സംസ്കാരമാണ് ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും പുരാതന സംസ്കാരം എന്ന് പറയുമ്പോഴും ഏകദേശം അത് നിലനിന്നിരുന്ന സമയത്ത് തന്നെ തമിഴ്നാട്ടിൽ ഒരു സമാന്തര സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ആക്ച്വൽ പ്രൂഫുകൾ കിട്ടിയിട്ടുണ്ട്. കീളാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ സ്ഥലത്ത് പോയി പല ജേർണലിസ്റ്റുകളും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളും പറയുന്നതും നിങ്ങൾക്ക് കേൾക്കാം. വെറും പറച്ചിലല്ല, നമുക്കതിന് തെളിവുകളുണ്ട്, പോട്ടറീസ് ഉണ്ട്, അവിടെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വെൽസ്, അവിടെയുള്ള കിണറുകൾ, അവരുടെ വാട്ടർ സിസ്റ്റം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനകത്ത് ഗ്രേറ്റ് ബാത്ത് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ എടുത്തു പറയേണ്ട ഒരു പ്രാധാന്യം കീളാടിയിലെ എക്സ്കവേഷൻസിനുണ്ട്. പക്ഷേ അത് പൊളിറ്റിക്കലായിട്ടുള്ള ചില ഇഷ്യൂസ് കൊണ്ട് മുഖ്യധാരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി അത് ഡീകോഡ് ചെയ്യാൻ പറ്റൂ. സുമേറിയക്കാർ അത് ചെയ്തു, ഇൻഡസ് വാലി സിവിലൈസേഷൻകാർ ഇത് ചെയ്തു, കീളാടിയിലുള്ളവർ ഇന്നത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ മൺപലകകളും അവരുടെ ഭാഷയും കൊത്തിവയ്പ്പുകളും പലതരത്തിലുള്ള ഇൻസ്ക്രിപ്ഷനുകളൊക്കെ കിട്ടും. സോ നമ്മുടെ കയ്യിൽ ആക്ച്വൽ പ്രൂഫുണ്ട്. എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വീഡിയോകളും ഏറ്റവും കൂടുതൽ ഫോട്ടോകളും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ തന്നെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് ഡിജിറ്റൽ ഡീകേ എന്ന് പറയുന്ന രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. ആ ഹാർഡ് ഡിസ്കിലാണ് നിങ്ങളുടെ കുട്ടിക്കാലത്തെയും നിങ്ങളുടെ പ്രിയപ്പെട്ട മൊമെൻറ്റുകളുടെയും ഒക്കെ തന്നെ ഫോട്ടോസും അന്ന് നിങ്ങളെടുത്ത പഴയ വീഡിയോസും ഒക്കെ തന്നെ സ്റ്റോർ ചെയ്ത് വച്ചിരുന്നത് എന്ന് വിചാരിക്കുക. അതുമാത്രമായിരുന്നു സോഴ്സ്. അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ആ മെമ്മറീസിന് യാതൊരു വിധത്തിലുമുള്ള പ്രൂഫും ഇല്ല. എന്നാൽ അതിനേക്കാൾ കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് ആൽബങ്ങൾ പുസ്തക രൂപത്തിൽ സൂക്ഷിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. നല്ലതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ അതും കംപ്ലൈൻ്റ് ആവും. പക്ഷേ സംഹൗ നമുക്കത് കീപ്പ് ചെയ്യാനുള്ളൊരു ഫിസിക്കൽ ഫോം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ മികച്ച ഒരു ചിത്രം എടുത്താൽ അത് ക്യാമറയുടെ മെമ്മറി കാർഡിലോ മൊബൈൽ ഫോണിൻ്റെ മെമ്മറി കാർഡിലോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഈ സോഷ്യൽ മീഡിയ മാത്രമാണ് അതിനുള്ള തെളിവെങ്കിൽ ആ സോഷ്യൽ മീഡിയ അടിച്ചു പോയാൽ ആ ഒരു സാധനം എക്സിസ്റ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് തോന്നും. അതായത് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റുകൾ കീപ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നതുപോലും ചിലപ്പോൾ മായ്ച്ചു കളയാൻ സാധിക്കും. ഇൻ്റർനെറ്റിലെ ലിങ്കുകൾ തന്നെയാണ് മറ്റൊരു ഉദാഹരണം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ പഴയ ലിങ്കുകൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് കാണാൻ പറ്റും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പല വെബ് പേജുകളിലേക്കുള്ള ആക്സസുകളും റിസർച്ച് പേപ്പറുകളും ഒക്കെ തന്നെ നമ്മൾ തപ്പിപ്പോകുന്ന സമയത്ത് ദിസ് ലിങ്ക് നോട്ട് ആക്സസിബിൾ എന്നോ ഇറർ 404 എന്നോ ഒക്കെ കാണിക്കുന്നത് കാണാം. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഹോസ്റ്റ് ചെയ്യുന്ന സെർവറുകളും സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റാ സെൻറ്ററുകൾക്കൊക്കെ വളരെയധികം ചേഞ്ചും ടെക്നോളജിയൊക്കെ മാറുന്നുണ്ടാവാം. അതിനനുസരിച്ച് നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഭാവിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. വളരെ ഫേമസ് ആയിട്ട് കോടിക്കണക്കിന് ഡാറ്റ ഉണ്ടായിരുന്ന മൈസ്പേസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായപ്പോൾ അതിനകത്തുള്ള ആളുകളുടെ പല ഡേറ്റകളും കാണാതായി. നമ്മൾ വിശ്വസിച്ച് യൂസർ നെയിമും പാസ്വേഡും അടിച്ചു വെച്ചിരിക്കുന്ന ജിമെയിലിനുള്ളിൽ നമുക്ക് വിലപ്പെട്ട പല ചിത്രങ്ങളും വീഡിയോസുകളും ഒക്കെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്.
ഈ ക്ലൗഡ് സ്പേസ് പെട്ടെന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഗൂഗിൾ അവരുടെ സർവീസ് നിർത്തി കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഗ്ലിച്ച് കാരണം ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ഡാറ്റ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. മെമ്മറി കാർഡിനുള്ളിൽ സൂക്ഷിക്കുന്ന ഡാറ്റ പോലും ഒരുപക്ഷെ തിരിച്ചെടുക്കണമെങ്കിൽ അത് കറപ്റ്റ് ആവാതെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കണം. ഈ വിവരങ്ങൾ കാലത്തിനനുസരിച്ച് സംരക്ഷിക്കപ്പെട്ടാൽ പോലും മനഃപൂർവ്വം അത് മായ്ച്ചു കളയാൻ ആരെങ്കിലും ശ്രമിച്ചാലോ? റോമിൽ പണ്ടുണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു ഡാംനോഷ്യോ മെമ്മോറിയ എന്ന് പറയുന്ന ഒരു ആക്ട്. അതായത് ഒരു രാജാവിൻ്റെ ഭരണകാലത്തിനിടയ്ക്ക് വളരെ മോശം കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചതെന്നും ആ രാജഭരണകാലം വളരെ ദുരന്തമായിരുന്നു എന്നും അവിടെയുള്ള ഒരു കൂട്ടം സെനറ്റ് മെമ്പേഴ്സിന് തോന്നിക്കഴിഞ്ഞാൽ ആ രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തതിന് ശേഷം അയാൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ എല്ലാ തെളിവുകളും പർപ്പസ്ഫുള്ളി ഫ്രം ദ റൂട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സായിരുന്നു ഡാംനേഷ്യോ മെമ്മോറിയ. അത്ഭുതം തോന്നുന്നില്ലേ? അതായത് ഒരു തരത്തിലുള്ള അജണ്ട. ആ രാജാവ് വളരെ മോശം ഭരണമാണെങ്കിൽ അയാൾ ജനിച്ച് ജീവിച്ച് അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളിലെ മുഖം ഇതുൾപ്പെടെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും, അതായത് നശിപ്പിച്ച് കളയും. ഏതെങ്കിലും പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം തന്നെ കത്തിച്ച് കളയും. മാത്രമല്ല, ആളുകളുടെ മെമ്മറിയിൽ നിന്ന് വരുന്ന തലമുറയ്ക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മിക്കേണ്ട യാതൊരു കാര്യവും അവശേഷിപ്പിക്കാത്ത രീതിയിലുള്ള മുച്ചൂടും ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സായിരുന്നു ഡാംനേഷ്യോ മെമ്മോറിയ. ഇത് കേൾക്കുമ്പോൾ ചരിത്രത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ ഡാംനേഷ്യോ മെമ്മോറിയ എന്ന് പറയുന്ന കാര്യം സംഭവിച്ചിരിക്കാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കോ? എന്നാൽ മിക്ക മറവികളും ആരും മനഃപൂർവ്വം ചെയ്യുന്ന ഒന്നല്ല. എഴുത്തുകാരനായിട്ടുള്ള ഫ്രാങ്ക് ചിമേറോ മുന്നോട്ട് വെച്ചൊരു ആശയമാണ്, ഒരു ആശയമല്ല, ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ 8 മുത്തച്ഛന്മാരെയും 8 മുത്തശ്ശിമാരുടെയും പുറകിലോട്ടുള്ള ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് അവരുടെ പേര് കണ്ടുപിടിക്കാൻ കഴിയുമോ? പേര്, മുഴുവൻ പേര്, സ്ഥലം, അവർ മരിച്ചപ്പോഴുള്ള ഏജ്, എന്തെങ്കിലും. ഈ ഒരു കാര്യം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയാമെന്നുള്ളത് എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അമ്മൂമ്മ, 2 സൈഡിൽ നിന്ന് വരുമ്പോൾ 2 അപ്പൂപ്പൻ 2 അമ്മൂമ്മ, അവരുടെ കുടുംബം, ആ കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ അച്ഛൻ, അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അച്ഛൻ, അമ്മൂമ്മയുടെ അച്ഛൻ, അടുത്ത അപ്പൂപ്പൻ്റെ അച്ഛൻ, അടുത്ത അമ്മൂമ്മയുടെ അച്ഛൻ, ഇവരുടെ പേരുകളൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് ഞാൻ അവരോട് വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടായി. അവരുടെ മെമ്മറിയിൽ നിന്നെടുത്ത് അവരത് പറയും, അവരുടെ അപ്പൂപ്പന്മാരെ കുറിച്ച്. പക്ഷേ നമ്മുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സിമം 3-4 അപ്പൂപ്പൻ അമ്മൂമ്മമാരെ മാത്രമേ ഓർത്തിരിക്കാൻ കഴിയൂ. കാരണം നമ്മൾ നമ്മുടെ ഈ റൂട്ട് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, അച്ഛനും അമ്മയ്ക്കും കൂടി 2 അപ്പൂപ്പൻ 2 അമ്മൂമ്മ, അവർക്ക് വീണ്ടും അവരുടെ പാരൻസ്, അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ പുറകോട്ട് പോകും തോറും ഇരട്ടിയിലധികമായിട്ട് എണ്ണം മാറാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും കുറച്ചധികം പുറകോട്ട് പോകുമ്പോൾ അവിടെ ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ച്, അവരെവിടെ നിന്ന് വന്നവരാണ്, ഇങ്ങോട്ട് കുടിയേറിയവരാണോ, അവരുടെ കുടുംബം, അവരുടെ മുഴുവൻ പേര്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ, പ്രശ്നങ്ങൾ, അവർ നേടിയെടുത്ത കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ പുരയിടം ഒരുപാട് തലമുറകൾക്ക് മുമ്പ് കാട് വെട്ടിപ്പിടിച്ചതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ വാങ്ങിച്ചെടുത്തതാണോ, കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണോ, ഈ തരത്തിലുള്ള യാതൊരു മെമ്മറിയും നമുക്കറിയില്ല. സോ അവർ അതിജീവിച്ചതിന് എന്താണ് തെളിവ്? കുറേ ഫോട്ടോകളാണോ? പല ഫോട്ടോസ് ഇപ്പോൾ അവൈലബിൾ അല്ല. പഴയ വീട്ടിൽ നിന്ന് പുതിയ വീടുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് പല ഫോട്ടോകളും മിസ്സാവും. പല ഫോട്ടോകൾക്കകത്ത് ഫംഗസ് കയറും. വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ഫോട്ടോകൾ സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങിയിട്ട്. സോ അതൊരു ബ്ലറാണ്. അവരെങ്ങനെ ജീവിച്ചിരുന്നു, എന്തായിരുന്നു അവരുടെ സാഹചര്യം എന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു ഗ്രൗണ്ട് റിസർച്ച് നടത്തിയാൽ നമ്മുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ അവരെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കും. പക്ഷേ ആ ഓർമ്മകളും മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലക്രമേണ നമ്മൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത തലമുറയിലേക്ക് കടക്കുന്ന സമയത്ത് പതിയെ 1-2 തലമുറ കഴിയുമ്പോൾ നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മകളും സാഹചര്യങ്ങളും, നമ്മൾ ഈ നേടിയെടുത്ത കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നേട്ടങ്ങളും, ഇതൊന്നും ആരും തന്നെ ഓർമ്മിക്കാനുള്ള സാധ്യതയില്ല. ഓർമ്മകളോ ഡിജിറ്റൽ ഫയലുകളോ എന്തുമാകട്ടെ, ഏത് ശത്രു വിചാരിച്ചാലും ആര് പർപ്പസ്ഫുള്ളി അജണ്ട കൊണ്ടുവന്നാലും പ്രപഞ്ചത്തിൽ നിന്ന് അതിനെ മായ്ക്കാൻ കഴിയില്ല എന്നൊരു സിദ്ധാന്തമുണ്ട്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഓരോ മാറ്റവും, തലച്ചോറിലുണ്ടാകുന്ന ഓരോ ഓർമ്മകളും, ഓരോ തീരുമാനവും പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ലാൻഡിയോവറിൻ്റെ തത്വം. അതായത് നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും, നമ്മുടെ തലച്ചോർ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു റിയാക്ഷൻസിൻ്റെ ഇടയ്ക്ക് അവിടെ ചില തരത്തിലുള്ള അവശേഷിപ്പുകൾ ബാക്കിയുണ്ടാവും. അല്ലെങ്കിൽ അവിടെ പ്രത്യേക തരത്തിലുള്ള സിഗ്നലുകളുടെ അവശേഷിപ്പുകൾ ചുറ്റുപാടുമായിട്ട് ഷെയർ ചെയ്യപ്പെടും. എൻട്രോപ്പി, ചൂട് ഷെയർ ചെയ്യപ്പെടും. ഇതാണ് ലാൻഡിയോവറിൻ്റെ തത്വം. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നൊരു കാര്യമാണ് ദ ലോ ഓഫ് എൻട്രോപ്പി. ഇൻഫോർമേഷൻസ് പ്രപഞ്ചം സൂക്ഷിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ അത് ചൂടിൻ്റെ രൂപമാണ്. അതായത് ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഓർമ്മയുണ്ടായി കഴിഞ്ഞാൽ, ഒരു മറവി ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ഒരാൾ വിപ്ലവകരമായി ചിന്തിച്ചു തുടങ്ങിയാൽ പൂജ്യമല്ലാതെ അതിനേക്കാൾ സംതിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ചൂട് പ്രപഞ്ചത്തിൽ രൂപപ്പെടും. ആ ഒരു ഇൻഫോർമേഷൻ രൂപപ്പെടുന്നതിൻ്റെ ചൂട് രൂപപ്പെടും.
കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ചൂട് പുറത്തേക്ക് വരുന്നുണ്ട്, നമ്മുടെ ശരീരം പ്രവർത്തിക്കുമ്പോഴും ചൂട് പുറത്തേക്ക് വരുന്നുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു ഇൻഫർമേഷൻ ഉണ്ടാകുമ്പോൾ ആ ഇൻഫർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ എനർജി ചൂടിൻ്റെ രൂപത്തിൽ പ്രപഞ്ചത്തിലേക്ക് പുറത്തേക്ക് പോകും. നമ്മുടെ തലച്ചോറിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ന്യൂറോൺസിൻ്റെ സിഗ്നലുകൾക്കിടയിലൂടെ നമ്മൾ ഓർമ്മകളും മെമ്മറികളും തീരുമാനങ്ങളും ഉണ്ടാക്കുമ്പോൾ അവിടെയും ചൂടുണ്ടാകുന്നുണ്ട്. അത് ക്രമേണ നമ്മുടെ ശരീരം ചുറ്റുപാടിലേക്ക് ഡെസിപ്പേറ്റ് ചെയ്ത് കളയും. അങ്ങനെ നമ്മുടെ ഓരോ തീരുമാനങ്ങൾക്കും നമ്മുടെ ഓരോ അടയാളങ്ങൾക്കും നമുക്ക് ചുറ്റുപാടുമുള്ള ഓരോ നിർമ്മിതികൾക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീറ്റ് സിഗ്നേച്ചർ ഉണ്ട്. ഇതാണ് എൻട്രോപ്പി പറയുന്നത്. യൂണിവേഴ്സിൽ ഇത്തരം ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കൂടി പ്രപഞ്ചം മുഴുവൻ ഒരു ഹീറ്റ് ഡെത്തിലേക്ക് പോകും. അതായത് യാതൊരു വിധത്തിലും പുതിയ ഊർജ്ജ രൂപങ്ങൾക്ക് കൺവേർഷൻ ഇല്ലാതെ എല്ലാ ഊർജ്ജവും ഹീറ്റായിട്ട് മാറി കാര്യമായ ചേഞ്ചസ് ഉണ്ടാകാത്തൊരു രീതിയിലേക്ക് പോകുന്നതിനെയാണ് ഹീറ്റ് ഡെത്ത് എന്ന് പറയുക. അങ്ങനെ ഹീറ്റ് ഡെത്ത് വരുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിനുള്ള ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ, വിപ്ലവകരമായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം ഓർക്കുമ്പോൾ, ഒരു കാര്യം മറക്കുമ്പോൾ, ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു അനുഭവം നേടുമ്പോൾ അതെങ്ങും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അവിടെ CCTV ഇല്ല, മൊബൈലില്ല, നമ്മളെ കണ്ടവരാരുമില്ല, ചുറ്റുപാട് നിന്ന് ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ചെയ്ത കാര്യം പ്രപഞ്ചത്തിൻ്റെ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ പുതിയ പുതിയ ഹീറ്റ് സിഗ്നേച്ചറുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻസ് പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഫർമേഷൻസിനെ ബ്ലാക്ക് ഹോളിന് പോലും നശിപ്പിക്കാൻ കഴിയില്ല എന്ന് സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞതാണ് ബ്ലാക്ക് ഹോൾ ഇൻഫർമേഷൻ പാരഡോക്സ്. സോ ഫിലോസഫിക്കലി ആയിട്ട് തോന്നാം, പക്ഷെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ ഓരോ പാടുകളും പ്രപഞ്ചത്തിൽ വളരെ 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 ക്വാണ്ടം ലെവലിൽ അവശേഷിക്കുന്നുണ്ട്. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പുതിയ കാര്യം ചെയ്തു തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ ചില സിഗ്നേച്ചറുകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ ഇറ്റ്സ് മീ JR ഇതുപോലെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ് കാര്യങ്ങളും ലേണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുമൊക്കെ തന്നെ സംസാരിക്കാറുണ്ട്. ആ ഒരു ചാനലിലേക്ക് നിങ്ങളൊന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വെറുതെ ഇരുന്ന് യൂണിവേഴ്സിൻ്റെ ഹീറ്റ് ഡെത്തിന് സ്ലോ ചെയ്യാൻ, അതായത് പെട്ടെന്ന് ഹീറ്റ് ഡെത്ത് സംഭവിക്കാതിരിക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് കാര്യക്ഷമമായിട്ട് ഇടപെടാനും വ്യത്യസ്തമായ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും പ്രപഞ്ചത്തിലൊരു മാറ്റം ഉണ്ടാക്കാനുമുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതും ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ പ്രധാനമായിട്ടും കഴിഞ്ഞ കാലം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ? എല്ലാവരും മറന്നു കളഞ്ഞാൽ, എല്ലാം മാച്ചു കളഞ്ഞാൽ, എല്ലാം നഷ്ടപ്പെട്ടാലും പ്രപഞ്ചത്തിൻ്റെ ലാ ഓഫ് എൻട്രോപ്പിക്കുള്ളിൽ കഴിഞ്ഞ കാലത്തിൻ്റെ സിഗ്നേച്ചറുകൾ ഹീറ്റിൻ്റെ രൂപത്തിൽ അവശേഷിക്കും എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആശയം നിങ്ങളുമായിട്ട് കൈമാറാൻ വേണ്ടി തന്നെയാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്തത്. ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൂടുതൽ റിസർച്ച് ചെയ്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഞാനും അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ അന്വേഷിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ